ഇതിൽ നിന്ന് നേരെ താഴെ സ്ലൈസ് ചെയ്ത് വരും കേട്ടോ. ഇത് കണ്ടോ, നേരെ സ്ലൈസ് ചെയ്തിട്ട് വെള്ളത്തിലേക്കാണ് മാറ്റുന്നത്. ഇത് വെള്ളത്തിൽ തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 16 മണിക്കൂർ ഡ്രയറിൽ വെച്ചിട്ടാണ് ഇതിനെ പുറത്തെടുത്തിരിക്കുന്നത്. നാച്ചുറൽ ഇൻഡസ്ട്രീസിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ടെൻഡർ കോക്കനട്ട് ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറന്നുപോകല്ലേ. നമസ്കാരം. ടെൻഡർ കോക്കനട്ട് ചിപ്സ് കഴിച്ചിട്ടുണ്ടോ? ഇളനീർ ചിപ്സ് ഒരു വെറൈറ്റി സാധനമാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതാണെങ്കിലും വലിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ല ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീയുടെ പ്രവർത്തകരാണ് കേട്ടോ. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നല്ലൊരു പ്രോജക്റ്റാണ് ഇവർ തുടങ്ങി. ഇത് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കുത്തുപറമ്പിനടുത്ത് ചെറുവാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാച്ചുറൽ ഇൻഡസ്ട്രീസ് ആണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഈ ടെൻഡർ കോക്കനട്ട് ചിപ്സ് മാത്രമല്ല, ബനാന, ഡ്രൈഡ് ബനാന, അതുപോലെ തന്നെ ഡ്രൈഡ് പൈനാപ്പിൾ, ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം, നല്ല കഷ്ടപ്പാടുണ്ട് ഇത് ചെയ്യുന്നതിൻ്റെ പുറകിൽ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ആദ്യം നടക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. അതായത് തേങ്ങ ഉരിക്കുക എന്ന് പറയുന്നത്. ഈ തേങ്ങ ഉരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ പറയുന്ന ഭാഷയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. തേങ്ങ പൊതിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം തേങ്ങ ഇങ്ങനെ ഇതേപോലെ ഒന്ന് പൊതിച്ചെടുക്കുക. അതിനുശേഷം നല്ല പണിയുണ്ട്. കാരണം ഒരു ദിവസം 50 തേങ്ങയാണ് ഇവരിവിടുത്തെ ചെയ്യുന്നത്. 50 തേങ്ങയ്ക്ക് ഒരു ഡ്രയറിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 50 തേങ്ങ. ഈ തേങ്ങ പൊതിച്ചെടുത്തതിന് ശേഷം ഇതിനി ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുന്നതല്ല ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ കാമ്പുണ്ടല്ലോ, ഈ പറയുന്ന ഇളനീറിൻ്റെ കരിക്ക്, ഇളനീർ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇളനീറുമല്ല തേങ്ങയുമല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു സംഭവമാണ് ഇവിടെ ഇത് ചെയ്തെടുക്കുന്നത്. അതിലുള്ള നമ്മളൊരു ബ്രൗൺ കളർ ഉണ്ടാവും. ചേച്ചി അതൊന്ന് കാണിച്ചു എനിക്ക്. അത് തന്നെ, ഈ ഒരു ബ്രൗൺ കളർ കണ്ടോ നിങ്ങൾ? ഈ ബ്രൗൺ കളർ പോലും ഇതിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റണം. എന്നാൽ മാത്രമേ ഇതിനെ ആ രീതി പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ചെറിയ പണിയല്ല. അതായത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. നല്ല പണിയെടുക്കണം ഈ ഒരു ടെൻഡർ കോക്കനട്ട് ചിപ്സായിട്ട് വരണമെങ്കിൽ. അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം ഇനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 2-3 തവണ കഴുകിയെടുക്കണം. അതിനൊക്കെ ശേഷമേ ഇത് ഡ്രയറിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ഒരു 50 തേങ്ങ ഇതേപോലെ ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് എത്ര ഉണ്ട് എന്നുള്ളത്. ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഈ ഒരു 50 തേങ്ങ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു തവണ കഴുകിയെടുത്ത ആ ഇളനീർ കാമ്പിനെ ഇതിലേക്ക് വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക ചെയ്തു കേട്ടോ. സ്ലൈസർ മെഷീനിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടോ, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ താഴെ സ്ലൈസ് ചെയ്ത് വരും കേട്ടോ. ഇത് കണ്ടോ, നേരെ സ്ലൈസ് ചെയ്തിട്ട് വെള്ളത്തിലേക്കാണ് മാറ്റുന്നത്. ഇത് വെള്ളത്തിൽ തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് മാക്സിമം വെള്ളത്തിലേക്ക് തന്നെയാണ് നേരിട്ടിട്ട് ഇതിനെ മാറ്റുന്നത്. ഇതും ഇനി 3 തവണ ഇനിയും ഇത് കഴുകിയെടുക്കണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇനി 3 തവണ ഇതിനെ കഴുകിയെടുക്കണം. ഇതിനെ അടുത്ത ഡ്രയറിലേക്ക് മാറ്റുന്നതിന് മുന്നേ കഴുകിയെടുത്തിട്ടുള്ള ഈ സ്ലൈസിനെ നേരെ ഇനി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു കേട്ടോ. ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 2 മിനിറ്റ് ഇട്ട് വെക്കണം. അതായത് ഇതിലെന്തെങ്കിലും ബാക്ടീരിയസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഷുഗർ സിറപ്പിലേക്ക് മാറ്റും. ഷുഗർ സിറപ്പിലേക്ക് മാറ്റി അതും കുറച്ച് സമയം വെക്കാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഡ്രയറിലേക്ക് ഇത് മാറ്റുള്ളൂ. ഷുഗർ സിറപ്പിൽ 1 മണിക്കൂറോളം വെച്ചതിന് ശേഷം അതിനെ നമുക്ക് ട്രേയിലേക്ക് മാറ്റണം. ആ ട്രേയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആ ട്രേയിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഇനി ഈ ഒരു സ്ലൈസിനെ മാറ്റാൻ പോകുന്നത്. ആ സ്ലൈസിനെ അതിൽ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. കാരണം നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടണമല്ലോ. ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ചതുപോലെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് അതിൽ ട്രേയിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ട്രേയിലേക്ക് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് 8 മണിക്കൂറോളം ഡ്രയറിൽ വെക്കണം. ആ 8 മണിക്കൂറോളം വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഒരു സമയം 18 ട്രേ ആണ് ഡ്രയറിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത്. ആ 18 ട്രേയും സെറ്റായതിന് ശേഷം നേരെ ഡ്രയറിലേക്ക് ഇത് മാറ്റും. നാച്ചുറൽ ഇൻഡസ്ട്രീസിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ടെൻഡർ കോക്കനട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. 8 മണിക്കൂർ ഡ്രയറിൽ ഡ്രൈ ചെയ്തെടുക്കണം. അതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഇത് ഡ്രയർ ഓൺ ചെയ്ത് വെച്ചു. കറക്റ്റ് ഹീറ്റൊക്കെ കറക്റ്റായതിന് ശേഷമാണ് ഈ 18 ട്രേനെയും ഈ ഡ്രയറിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇത് ഓരോന്നായിട്ട് അതിലേക്ക് അടുക്കി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 8 മണിക്കൂർ ഇതിൽ നിന്ന് നന്നായിട്ട് അത് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തു.
അത് ആ സ്പോട്ടിൽ തന്നെ എപ്പോഴാണോ അത് പുറത്തേക്ക് എടുക്കുന്നത്, അത് പകലായാലും രാത്രിയാണെങ്കിലും എപ്പോഴാണോ അത് പുറത്തേക്ക് എടുക്കുന്നത് ആ സമയത്ത് തന്നെ അത് പാക്ക് ചെയ്തെടുക്കണം. എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ അത് പാക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്നതിനും നമുക്ക് വേറെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നാച്ചുറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ വരുന്നത്. ടെൻഡർ കോക്കനട്ട് ഇതാണ് സാധനം കേട്ടോ. നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസാണിത്. സൗണ്ട് ഉണ്ട് കേട്ടോ, കേൾക്കുന്നില്ല? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ടെൻഡർ കോക്കനട്ട്, അതായത് നമ്മൾ ഇളനീരിന ചിപ്സ് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഇത് പെട്ടെന്ന് ചിന്തിക്കൂല ഇത് ഇത്രയും ക്രിസ്പി ആയിരിക്കും എന്നുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട്, നന്നായിട്ട് വായിൽ വെച്ച് കഴിക്കുന്ന സമയത്ത് നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഡ്രയറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഡ്രൈഡ് ബനാന നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മളെ പഴം ഉണ്ടല്ലോ, വാഴപ്പഴം, അതിനെ ഡ്രൈ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 16 മണിക്കൂർ ഡ്രയറിൽ വെച്ചിട്ടാണ് ഇതിനെ പുറത്തെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു കോക്കനട്ടിൻ്റെ ജസ്റ്റ് അതിൽ വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് ഈ പറയുന്ന ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിനെ പുറത്തെടുക്കുന്നത്. ഓരോന്നിനും ഓരോ സമയമാണ്. ഇപ്പം ഡ്രൈഡ് ബനാന, അതുപോലെ തന്നെ ഡ്രൈഡ് പൈനാപ്പിൾ, ഈ ഡ്രൈഡ് നമ്മുടെ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട്, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്തു, ഇത് ജസ്റ്റ് ഓരോന്നിനും കൃത്യമായിട്ട് അതിൻ്റെ തൂക്കം കറക്റ്റ് ചെയ്തിട്ട്, വെയിറ്റ് കറക്റ്റ് ചെയ്തിട്ട്, ഇത് പിന്നെ അതിനുശേഷം പാക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ ഇൻഡസ്ട്രീസിനെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഒന്ന് പരിചയപ്പെടുത്തുമോ? ഓക്കെ, ഞാൻ വനിഷ, ഇത് ഷിബിന, റെജിന, ഷൈജ, ബിന്ദു. ഓക്കെ, ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി? നമ്മൾ തുടങ്ങിയിട്ട് 2 മാസത്തോളായി. 2 മാസമായി. ഇപ്പോൾ 3 പ്രോഡക്റ്റാണ് നിങ്ങളുള്ളത്. മുന്നോട്ട് എന്താ നിങ്ങൾ ഇനി പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടോ? മുന്നോട്ടിപ്പോൾ ഇതിലിപ്പോൾ തേങ്ങയുടെ വെള്ളം കുറച്ച് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുള്ള പുതിയൊരു പ്രോജക്റ്റ് നമ്മുടെ ആലോചനയിലുണ്ട്. ഒത്തിരി ദൂരം നിന്നൊക്കെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങളടുത്ത്? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്? ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്, അതുവഴി ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നാച്ചുറൽസിന്റെ വിശേഷങ്ങൾ കേട്ടോ. 3 പ്രോഡക്റ്റ് ആണ് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ടെൻഡർ കോക്കനട്ട്. ഇതിന്റെ വില വരുന്നത് 50 ഗ്രാമാണ് വരുന്നത്. 50 ഗ്രാമിന് 50 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് കൂടാതെ 2 പ്രോഡക്റ്റും കൂടിയുണ്ട്. അതായത് ഡ്രൈഡ് ബനാനയും അതേപോലെ ഡ്രൈഡ് പൈനാപ്പിളും. ഡ്രൈഡ് ബനാന വരുന്നത് ഇതാണ്. ഡ്രൈഡ് ബനാന വരുന്നത് ഇത് 100 ഗ്രാമിലാണ് വരുന്നത്. 100 ഗ്രാമിന് 80 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അതേപോലെ തന്നെ ഡ്രൈഡ് പൈനാപ്പിൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. 100 ഗ്രാമിന് വരുന്നത് ഇതിന് 70 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ 3 പ്രോഡക്റ്റ് ആണ് ഇപ്പം നാച്ചുറൽ ഇൻഡസ്ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പല പ്ലാനിങ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ നന്നായിട്ട് ഷെയർ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുള്ളവര് നിങ്ങൾ ഞാൻ കൊടുക്കുന്ന നമ്പറിലേക്ക്, ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്തോളം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരാം. ബൈ.